അണുഊർജ്ജ മേഖലയിൽ നിർണായക നിയമഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. 2 നിയമഭേദഗതികളാകും നിലവിലെ നിയമത്തിൽ കൊണ്ടുവരിക. അണുഊർജ്ജ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകാനുള്ള ഭേദഗതി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നേക്കും. രാജ്യത്തെ ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദേശ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നീക്കം. നിലവിലെ ആണവോർജ്ജ നിയമത്തിലെ 2 വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേക്കും. ആദ്യമായി ന്യൂക്ലിയർ ലയബിലിറ്റി വ്യവസ്ഥയിൽ മാറ്റം വരുത്തും. ആണവ അപകടമുണ്ടായാൽ ഉപകരണങ്ങൾ നൽകിയ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നതിൽ നേരിയ ഇളവ് ഇതിലൂടെ കൊണ്ടുവരും. ഉപകരണങ്ങൾ വിതരണം ചെയ്ത് ഒരു നിശ്ചിത കാലം വരെ അപകടമുണ്ടായാൽ ഉത്തരവാദിത്വം കമ്പനിയുടേതായിരിക്കും എന്ന തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് വ്യവസ്ഥയിൽ ഭേദഗതി വരുത്താനാണ് നീക്കം. രണ്ടാമതായി ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. ആണവ മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അമേരിക്ക ആണവ കരാറിന്റെ വാണിജ്യ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിട്ട് ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം. വിദേശ നിക്ഷേപങ്ങൾക്ക് നിയമപരമായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഈ 2 ഭേദഗതികളിലൂടെ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ആർ അച്യുതൻ, 24, ഡൽഹി.